സോ ഹേ ഗൈസ്, വെൽക്കം ടു റെട്രോ ഗെയിമിംഗ്. അപ്പം നമ്മൾ ഇന്നൊരു കാർ റിവീലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെറ്റ് കാറാണ് പോർഷെ 911. യെസ്. അപ്പം നമ്മളെ ഇപ്പം ഇങ്ങോട്ടൊരു നമ്മളൊരു കൂട്ടുകാരൻ കൊണ്ടാക്കിയതാണ്. അപ്പോൾ കൊണ്ടുപോകാൻ വേറൊരു കൂട്ടുകാരൻ വരും. എത്ര കൂട്ടുകാരനുണ്ട്? അപ്പോൾ അവനിപ്പോൾ വരുന്നതാണ് പറഞ്ഞത്. വരുമായിരിക്കും ഗൈസ്, അവന് വിശ്വസിക്കാൻ പറ്റില്ല. വല്ല മഹാളിലൊക്കെ കയറി കറങ്ങി നടക്കും. നോക്കി ഗായ്സ്, അവൻ്റെ ഗായ്സ് ഇതാ അവൻ അറ്റത്ത്. ഹലോ ഹലോ ബഡി, വണ്ടി കയറ്. വണ്ടി കയറ്. ഇപ്പം കയറാം. പെട്ടെന്നാ. ഇനിയിപ്പോൾ ഇവനെ കൂട്ടിയിട്ട് നമുക്ക് വണ്ടിയുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പം അതാണ് മെയിൻ തിങ്. അപ്പോൾ ഗൈസ് നമ്മളെ ആൾ കൂട്ടാൻ വന്നിട്ടുണ്ട്. ഇത് ഔഡി കോർട്ടർ അല്ലടാ. അല്ല, ഇതേതാടാ ഔഡി? ഇത് ഔഡി ക്വാട്രോ സീരീസ്. ഗൈസ് സെറ്റ് കാറൊക്കെയാണ് ചെക്കൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ആ മീറ്റപ്പ് സ്പോട്ടിന് അങ്ങോട്ടാണ് പോകണം കേട്ടോ. എങ്ങനെ ഉണ്ടാകുന്നാവോ? കാർ വീലിംഗ് ഉദ്ദേശിച്ച പോലെ നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഷെയർ. പറ്റെങ്കിൽ ആ ബെല്ലും കൂടി അങ്ങോട്ട് അടിച്ചു വിട്ടേക്ക് വെറുതെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എത്താനായിട്ടുണ്ട്. എത്താനായിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ അവനെ ഇറക്കി വിടണം, അതാണ് മെയിൻ തിങ്. ചെല്ല്. ഞാനും ഇപ്പോൾ ഇറങ്ങണം. ഞാനിനി പോയി വണ്ടി പുറത്തിറക്കണം. അങ്ങനെയൊരു പരിപാടിയുണ്ട്. അപ്പം അതും കൂടെ ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ അതൊക്കെ. ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടുകാരനെ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഗൈസ്, ആ റിവീലിങ്. അതെ ഗൈസ്, അവനാണ് ഓടി പോകുന്നുണ്ട്. എൻ്റെ പൊന്നി, ഇത്രയും തിരക്കാം. നമ്മൾ പറയുന്നതിന് മുമ്പ് അവൻ അവിടെ എത്തിയല്ലോ ഗൈസ്. ഇവനെന്തൊക്കെയോ പവർ കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവൻ്റെ വണ്ടി നല്ല മോഡിഫിക്കേഷൻ, നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ലോവറൊക്കെ ചെയ്തിട്ട് പൊളി. ഓക്കെ, ഇറക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ വന്ന് നിൽക്കാം. ഓക്കെ ഗൈസ്, ഇറക്കുന്നുണ്ട്. എന്താടാ കാണിക്കുന്നത്? പെട്ടെന്ന് ഇറക്ക്. അവിടെ ഇതും തിരിക്കുന്നുണ്ട്. അതെ, എത്തി ഗായ്സ്. ഗായ്സ് നിങ്ങളെ കളർ എങ്ങനെ ഉണ്ട് പറയണേ? കളർ മാറ്റണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക്. ഒക്കെ നോക്കാം. പോർഷനൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലോവർ നമ്മൾ സോ അപ്പം ഞാൻ വണ്ടിയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓണറിന് തന്നെ വണ്ടി എടുക്കാം. ഞാനിപ്പോൾ വണ്ടി എടുക്കട്ടെ. ഞാൻ പോയി എൻ്റെ വണ്ടി എടുത്തിട്ട് വരാം ഗൈസ്. അവനിപ്പോൾ വണ്ടി എടുക്കുന്നുണ്ടാവും. ഹലോ ഗായ്സ്, നമ്മളപ്പോൾ വണ്ടി എടുക്കാണ്. എങ്ങനെ ഉണ്ടാവും നോക്കി നോക്കാം. അയ്യോ ഗായ്സ്, നമ്മളെ സീറ്റ് ആദ്യം തന്നെ മാറിപ്പോയി. സോ ഇനിയിപ്പോൾ അവൻ്റെ വണ്ടി ടെസ്റ്റിങ് ആ പരിപാടിയിലേക്കാണ് പോകുന്നത്. അവൻ്റെ അടുത്തേക്ക് പോട്ടെ ഗൈസ്. വാ വണ്ടി എടു. ഓക്കെ വണ്ടി എടുക്കുന്നുണ്ട്. വാ പുറകാ. ഏതോ സൗണ്ട്, എൻ്റെ മോനെ അടിപൊളി. വന്നപ്പോൾ തന്നെ ഇടിച്ചിട്ടാണോ വന്നേ? ഇങ്ങനെ പറയാം. തിരി ഇടിച്ചു. വണ്ടി റെഡിയാക്കി നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ മീറ്റപ്പ് സ്പോട്ടിലേക്ക് പോവാം. അവിടെ എത്തിയിട്ട് ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ? ഇല്ല, കണ്ട് തന്നെ അറിയാം. നിങ്ങളെന്തായാലും കണ്ടറിയാം. ഓക്കെ ഗൈസ്, നമ്മളവൻ്റെ പുറകെ വിട്ടു പിടിക്കുന്നുണ്ട്. എത്ര അടിൻ്റെ HP നിൻ്റെ? 1500 മേ ബി. നിൻ്റെ എത്ര വയ്ക്കും ഇപ്പോൾ? ഒരു 700 എത്തുമല്ലോ അല്ലേ? ഗൈസ് എൻ്റെ 700 എത്തും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പം തന്നെ ഗൈസ് ഇടിച്ച് ഇറക്കിയപ്പോൾ തന്നെ വണ്ടി ഇടിച്ചു ഗൈസ്. എന്താ ഇപ്പം ചെയ്യുക? എന്താടാ ഇവിടെ വല്ല കടയുണ്ടോ റിപ്പയർഷോ? ഈ അടുത്ത് പറഞ്ഞുണ്ടോടാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പക്ഷെ നീ എൻ്റെ പറക. അവിടെ എത്തിയിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും അടിച്ച് അങ്ങനെ വണ്ടിക്കൊന്ന് ഡ്രിഫ്റ്റ് അടിച്ച് നിൽക്കാം. അല്ല, ചായ കുടിക്കാൻ സ്പോട്ടിലേക്ക് പറയണേ. ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മളെ ഇവൻ്റെ ചെക്കൻ്റെ പേര് പറയാൻ വിട്ടുപോയി. ഇവൻ്റെ പേര് AY വെക്ടർ ഗെയിമിംഗ് ആയി. യെസ്, നിൻ്റെ ഐഡിയ തന്നെയല്ലേടാ?
യെസ്. അയ്യോ തീർച്ചയായി തീർച്ചയായി. അപ്പം തിരിച്ച് കയറി വരാം. ഓക്കെ, ലെമ്മി കയറി വരാനുള്ള സമയമാണ് ഇപ്പം. നേരെ അയ്യോ നീ തിരിച്ചു പോവാ. വെയിറ്റ് ഞാനും വരുന്നു. അവിടെ തന്നെ വന്നാൽ മതി, അവിടെ തന്നെ വന്നാൽ മതി. നമ്മളെ ഇടിച്ച പോലെ അവൻ്റെ എടുത്ത് കഴിച്ചു. എന്താ എടാ തിരിച്ചു വേണോ? ആ അപ്പം തിരിച്ചു പോവാം. നീ പറഞ്ഞില്ലേ ചായ കുടിക്കാമെന്ന്. ആ ഒരു സ്പോട്ട് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളെ ഡീലർഷിപ്പിൻ്റെ അടുത്ത് തന്നെ. അപ്പം അവിടെ പോയിട്ട് വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. ഗൈസ് പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഒരു സ്പോട്ട് എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല. ഇവനാണെങ്കിൽ ഫുള്ള് ഫുഡ് ചെയ്യേണ്ട എല്ലാ ഹോട്ടലും അറിയാം. അതെ, എല്ലാ മീറ്റ് സ്പോട്ടും അറിയാം, എല്ലാം അറിയാം. ചെക്കൻ സീനാണ്. കുറേ മീറ്റപ്പിനൊക്കെ നീ പോകണില്ലടാ? ആവശ്യത്തിന് മീറ്റപ്പിന് പോകുന്നതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. അപ്പം അവൻ്റെ പുറകുണ്ട് വിശ്വസിക്കുന്നു. നമ്മൾ പുറകെ വരട്ടെ. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് ഹാൻഡ് സ്ഥലം എത്താനായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇടിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ. ഓക്കെ, അപ്പം നമ്മൾ സ്ഥലം എത്താനായിട്ടുണ്ട്. അവനും പുറകുണ്ട്. ഗൈസ് ഇത് നമ്മളെ ഹോട്ടലാണ്, എല്ലാവർക്കും അറിയായിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് വരണേ. നമുക്കിപ്പോൾ അങ്ങനെ കച്ചവടമൊന്നും ഇല്ല ഗൈസ്. പിന്നെ ഇൻറ്റീരിയർ കാണിച്ചു തരാൻ പറഞ്ഞത്. ഇൻറ്റീരിയർ വ്യൂ ഒക്കെ ഇപ്പം കാണിച്ചു തരാം. എൻ്റെ ഓവറോൾ ലുക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. എടാ ഒന്ന് മാറടാ, എല്ലാ തത്തിയും എൻ്റെ വണ്ടീൻ്റെ ഉണ്ടാവും എൻ്റെ ഓക്കെ ഇതാണ് ഗൈസ്. ഇടിച്ചപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് പാളിപ്പോയി. എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് റിപ്പയർ ഷോപ്പ് പോവാലടാ. ഓക്കെ എന്തായാലും ഇപ്പോൾ കുടിച്ചിറങ്ങാം. ഇപ്പം ഗൈസ് ഇൻറ്റീരിയർ വ്യൂ ഇപ്പം കാണിച്ചു തരാം. യെസ്, ഇതാണ് ഗൈസ് ഇൻറ്റീരിയർ വ്യൂ. അത്ര അതൊന്നും ഇല്ല, നോക്കട്ടെ. അതാ. സോ ഇപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് റിപ്പയർ ഷോപ്പിലേക്ക് പോകുന്ന പരിപാടിയുണ്ട്. എൻ്റെ വണ്ടിയല്ല, അവൻ്റെ വണ്ടി റെഡിയാക്കാൻ. 2 വണ്ടി റെഡിയാക്കാൻ തന്നെയാണ്. എടേ ഞാൻ ചായ കുടിച്ചില്ലടേ. കുടിച്ചിറങ്ങടാ. ഞാൻ കഴിഞ്ഞിട്ട് അവൻ്റെ കൂടി. എൻ്റെ അടുത്ത് ആരെയും പറഞ്ഞു ഇൻറ്റീരിയർ വ്യൂ കാണിച്ചു കൊടുക്കാൻ. ആ സമയം ചായ കുടിച്ചാൽ പറയുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നാണ് ഇവൻ ഇങ്ങനെ പറയുന്നത്. എന്താ ഇപ്പം ചെയ്യുക ഗൈസ്? എന്തായാലും ഇപ്പം ചായ കുടിക്കണം, നമുക്ക് നേരെ വീടാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അവൻ പുറകെ വരുന്നുണ്ട്, അങ്ങോട്ട് പോവാം. അതാ വണ്ടി എടുത്ത് പോട്ടെ. റിപ്പയർ ഷോപ്പ് എത്താനായി. അയ്യാ ഇടിച്ചാനപ്പം. ഓക്കെ, നമ്മളിപ്പോൾ റിപ്പയർ ഷോപ്പിൻ്റെ അടുത്തെത്തി. ഓക്കെ, സ്ഥലത്തിയപ്പം റെഡിയാക്കിയിട്ട് വാ. ഇപ്പം വരാം. ഇപ്പം ഗൈസ് നമ്മളെ വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ എടാ, ഇനി അങ്ങോട്ടിപ്പോൾ പോവാം. എനിക്ക് വഴിയൊന്നും അറിയില്ല. നീ എന്നെ തട്ടിക്കൊണ്ട് പോവുക ഗൈസ്, ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ പോകാനുള്ള സ്ഥലം എവിടെയാ? നമുക്കൊരു കാര്യം ചെയ്യാം. കാർ സെല്ല് ചെയ്യുന്ന സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഒരു കാര്യമില്ല, ആരും നമുക്ക് വണ്ടിയൊന്നും വിൽക്കത്തില്ല. എല്ലാവർക്കും ഓരോ വണ്ടി ഉണ്ടല്ലോ, ഞങ്ങൾക്കും ഉണ്ട് കുറച്ച് വണ്ടികൾ. അപ്പം അതിലൊരെണ്ണമാണ് ഇത്. പിന്നെ എൻ്റെ വേറൊരു വണ്ടി ഇനോഗ്രേഷൻ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സ്ഥലം എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതിപ്പോൾ എവിടെ പോയാലും ഇത് ഇടിക്കുകയാണല്ലോ ഗൈസ്. ഇവിടെ ആരും ഇല്ല, വിശ്വസിക്കാൻ പറ്റില്ല. നോക്ക്, ഒറ്റ ഒരാളില്ല, ഇവ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മാത്രം ഉണ്ട് സ്ഥലത്ത്. പിന്നെ ഇവൻ്റെ പോർഷ കൊള്ളട്ടോ ഗൈസ്. ഞാൻ ആ സ്ഥലത്ത് നിന്ന് ഇറക്കിയപ്പം മുതൽ ഒരു ഫീലിംഗ് ഉണ്ടായി, നല്ല രസമുണ്ട് ഈ വണ്ടി ഓടിക്കാൻ. അത് ഓടിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ആ പോർഷേൻ്റെ ഒരു ഇത്. ആക്ച്വലി നല്ല രസമുണ്ടോ എൻ്റെ പോർഷ ഓടിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ വണ്ടി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ കറങ്ങിയിട്ട് വരാം. അതിനിപ്പോൾ പുറകെ ഉണ്ടാവും. അവിടെ പോയിട്ട് കുറച്ച് ഡ്രിഫ്റ്റ് അടിച്ച് കളിക്കാം. താങ്ക് യു ബ്രോ, വണ്ടി ഇഷ്ടപ്പെട്ടതിന് താങ്ക് യു. ഒരു പ്രശ്നം ഉണ്ടായി, ഇവനിതിപ്പോൾ എവിടെ പോയിരിക്കുക? പോലീസ് സ്റ്റേഷൻ. ഓക്കെ ബാക്കിലല്ലടാ. നീ വാ തൽക്കാലം പെട്ടെന്ന് വാ.
അവിടെ കാത്തൊക്കെയുണ്ട്, ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാ പെട്ടെന്ന് വാ. ഗൈസ് പോലീസ് സ്റ്റേഷനിലേക്കില്ല വഴി ഒന്ന് ചെറുതായി ഒന്ന് മറന്നുപോയോ എന്നൊരു സംശയം. എടാ ഇതിപ്പോൾ എവിടെയാടാ? ഞാൻ മാപ്പിൽ നിൽക്കണ്ടല്ലോ, അങ്ങോട്ടേക്ക് വാ. ഞാൻ അവിടെ തന്നെ ഉണ്ട്, പെട്ടെന്ന് വാ. ഗൈസ് ഇവനെ കാണാനില്ല കാര്യം ഗൈസ്. ഇവനെപ്പോൾ ഇവിടുന്ന് കണ്ടുപിടിക്കും? നിനക്കെന്നും കാണുന്നില്ലേ? അതാ നീയുള്ള സ്ഥലത്തേക്ക് വരാം. എടാ ഞാൻ ഒന്ന് മാപ്പിൽ നോക്കട്ടെ, മാപ്പ് ഒന്ന് എടുത്തിട്ട് ഞാൻ നോക്കട്ടെ. എന്നാൽ പെട്ടെന്ന് നോക്കി വാ. ഞാൻ അവിടെ തന്നെ വെക്കാം. ഓക്കെ ഗൈസ് മാപ്പിൽ നോക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും പിടിയിട്ടില്ല കാര്യം. എടാ ഈ പോലീസ് സ്റ്റേഷൻ നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരട്ടെ എന്നാ. ഗായ്സ് ഇവനെ കാണുന്നില്ലല്ലോ. കണ്ടു. വാ ഞാനുള്ള സ്ഥലത്തേക്ക് തന്നെ വാ. മാപ്പ് നോക്കിയാൽ വാ. നിനക്ക് തന്നെ മാപ്പ് ഉണ്ടാവുമല്ലോ, ഞാൻ തന്നിട്ടുണ്ടല്ലോ നിനക്ക്. പെട്ടെന്ന് കയറിയാ. അയ്യോ ഗൈസ് നമ്മളെ വണ്ടി ഫുള്ള് പാളി. ഫ്രണ്ടൊന്നു എന്ത് കഷ്ടത്. അവനെ കാണുന്നില്ല ഗൈസ്. ഞാൻ എൻ്റെ അടുത്തേക്ക് പോയോട്ടെ, എന്താ അവസ്ഥ എനിക്ക് മനസ്സിലായില്ല. അവിടെ ആരോ അലറുന്ന സൗണ്ട് ഞാൻ കേട്ടല്ലോ. ആരോ മാപ്പിൽ ഇനോഗ്രേഷൻ ചെയ്ത ദിവസം തന്നെ പൊളിഞ്ഞോ വണ്ടി. നോക്കട്ടെ പോയി. ഗൈസ് പെട്ടു വണ്ടി ഫുള്ള് ഇടിച്ചിരിക്കുക. വന്നോ? ഓക്കെ ഇപ്പം സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇവൻ പുറകുണ്ടെന്ന് തോന്നുന്നു. കാണുന്നില്ല. മിന്നി പോയി ഇടിച്ചാ പറയാൻ പറ്റൂല, അവൻ എവിടെയും പോയി കുത്തു. ഓക്കെ സ്ഥലത്തേയും തോന്നണേ. അമ്മേ ബാക്കിലൊന്ന് കുത്തി എൻ്റെ. സോ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഗൈസ് വെക്ടർ താങ്ക് യു വീഡിയോ വന്നതെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്.